ഹലോ, ഗുഡ് ഈവനിങ്. മിസ്സസ് ഡോട്ട് കേസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ മനാലി താമസിച്ച റൂമാണ്. അതായത് ഇത് റൂമല്ല, ഇതാണ് റൂം. 2 റൂമാണ് ഞങ്ങൾ എടുത്തിരുന്നത്. ഒരുമാതിരി നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ള റൂമായിരുന്നു. അതായത് 4 പേരുള്ളതുകൊണ്ടേ 2 റൂം ആവശ്യമായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ചെക്ക് ഔട്ടാണ്. റൂം വെക്കേറ്റ് ചെയ്യണം. റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എയർപോർട്ടല്ല, വോൾവോ ബസ് സ്റ്റാൻഡിലോട്ട്. അതായത് വോൾവോ ബസ്സിൽ കയറി നമ്മൾ 600 കിലോമീറ്റർ ഇരുന്ന് ഇങ്ങോട്ട് എങ്ങനെ വന്നു സെയിം അങ്ങനെ തന്നെ ഡൽഹിയിലോട്ടാണ് പോകുന്നത്. രാവിലെ തന്നെ ഒരു 6:30 മണി ആയതേ ഉള്ളെന്ന് തോന്നുന്നു. അവിടെ നല്ല വെയിലൊക്കെ ആയി. അപ്പോഴത്തേക്ക് ആ സമയമായപ്പോഴത്തേക്ക് ഇതാണ് ഞങ്ങൾ തുറന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ കണ്ടത് ഈ വണ്ടി തീ പിടിച്ചെന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് എന്തോ ഷോർട്ട് സർക്യൂട്ട് എന്തോ ആയി അത്. പക്ഷേ കുഴപ്പമൊന്നും ആർക്കൊന്നും പറ്റിയൊന്നുമില്ല. ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് മേളിൽ നിന്നെല്ലാം ലഗേജെല്ലാം ആയി താഴെ വന്ന് വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ വണ്ടി വന്നു, ഡ്രൈവർ വന്നു. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ 3 പേരും ഒരേ ടൈപ്പ് ബനിയനാണ് ഇട്ടേക്കുന്നത്. ആ ചേട്ടൻ്റെ സെലക്ഷനാണ്. എന്നോട് പറഞ്ഞ് ഞാനും എടുക്കാൻ പറഞ്ഞു, പക്ഷേ ഞാൻ എടുത്തില്ല. എല്ലാവരും കൂടെ ഒരേ ടീഷർട്ടായാൽ ശരിയാവത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത്. ഇന്ന് ഇതായത് ഞങ്ങൾ പോകുന്നത് സോലങ് വാലി, അതായത് ഇവിടുത്തെ ഒരു രാജാവിൻ്റെ കൊട്ടാരം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പിന്നെ ഇത് കണ്ട് ഇവിടാണ് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി കല്ലെല്ലാം കൂടെ കിടക്കുന്ന കണ്ടു. അതാണ് മൊത്തം ഇതെല്ലാം നശിച്ചു പോയതാണ് ഇവിടെ എല്ലാം. ഹോട്ട് ബലൂണ് നമ്മൾ കയറണമെന്ന് വിചാരിച്ചു, പക്ഷേ പേടി കാരണം കയറിയില്ല. ഇനി നമ്മൾ പോകുന്ന പോക്കിൽ തന്നെ റാഫ്റ്റിംഗ് ചെയ്യണം. ഹോട്ട് ബലൂൺ ഉണ്ട്. അതിനകത്ത് 3 മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. അത്രേ ഉയരമുള്ളൂ, അതിൽ കൂടുതൽ പോകത്തില്ല. അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്യാസും കൊണ്ടാണ്, അത് തീയിലാണ് നടക്കുന്നത്. അതായത് അത് കണ്ടു. അതേപ്പറ്റി എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ കണ്ടു തീ കണ്ടോ. ഇവിടെ എല്ലാം ഈ വഴിവക്കിൽ സ്ട്രോബെറി വിൽക്കുന്നുണ്ട്. അതായത് ഫ്രഷ് സ്ട്രോബെറി. അതായത് അവിടെ എനിക്കെവിടെയോ ഇത് തോന്നുന്നു, അവിടെ ഇതുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ അവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന് വിൽക്കുന്നതാണ്. സ്ത്രീകളാണ് മൊത്തം, സൈഡിൽ മൊത്തം 2 സൈഡിലും വിൽക്കാൻ നിൽക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഒരു കടയുണ്ടെന്ന് പറഞ്ഞ പുള്ളി ആ ഡ്രൈവർ നോക്കാന്ന് വെച്ച് പോവാണ്. हाँ जी सर. ये पूरे एप्पल का वेराइटी है? नहीं, ये वाला ये बर्फियाँ हैं, ये अलग अलग फ्रूट्स की है. इसमें एप्पल है, लीची, पाइनएप्पल, 6 फ्लेवर है.
रोस्टेड बार्ले लद्दाख की जो जौ आते हैं ऐसे टेस्ट टेस्ट तो मैम डार्क चॉकलेट जैसा रहेगा इसका। डार्क चॉकलेट है। फिर ये पिंक सॉल्ट में आपको जैसा बिल्कुल सॉल्टेड नहीं होगी वो चॉकलेट, हल्का सा पिंक सॉल्ट का टेस्ट आता है लास्ट में, बहुत बढ़िया लगता है। ये कैसा बहुत बेस्ट चीज़ है। आपको ये नॉर्मली हमारे इधर भी नहीं मिलता है, ये मिलेगा ये कैसे बोला था? चेरी 250 रुपये किलो जी। ग्रीन टी वाली इसका आप 2-3 वो पत्तियाँ डाल चीज़ अच्छी लग जाए वो ये 200 ये मैं वापस रखती हूँ, ये मुझे हमारा कोई रेत प्लस्तर कुछ नहीं होता है। टोटल आपको मड हाउस मिलेगा, काटकोनी जो हमारा आता है जैसे पुराना एक साल रहेगा। हाँ जी हाँ जी हाँ जी, विदाउट फ्रिज। वो गर्मियों में ठंडा रहेगा हमारा हाउस और ठंडे में गर्म होता है ऑटोमेटिकली। हमारा लकड़ और पत्थर लगे होने घरों में। रोडोडेंड्रन की चटनी है, इसकी तासीर रहेगी सर ठंडी, एक ही है ब्लड हमारे सर्कुलेशन हार्ट के लिए सबसे बेस्ट चीज़ है। और ये मतलब जिसके वो ब्रीडिंग होती है ना सर नोज से, उसके लिए मेडिसिन का काम करती है ये। रोडोडेंड्रन इसका साइंटिफिक नेम है, ऐसे रोडो बोलते हैं इसको। उसके लिए ये मेडिसिन का काम है। हमारा ना ज़्यादा स्पाइसी होगा ना ज़्यादा, आपको ग्रीन एप्पल की चटनी भी मिलेगी, जैम भी मिलेगा, फिर ये ग्रीन एप्पल का पिकल। अच्छा नॉर्मली അവരെന്തൊക്കെയോ പറഞ്ഞു. ഞങ്ങൾ കുറച്ച് ആപ്പിളും വാങ്ങിച്ചു. ആ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞില്ലേ, അത് 2-3 വാങ്ങിച്ചു. അല്ലാതെ നമ്മൾ പിക്കിളൊന്നും നമുക്ക് അത്രയ്ക്ക് പിടിച്ചില്ല ആ ടേസ്റ്റ്. ഏതായാലും കയറിയതല്ലേ എന്ന് വെച്ച് നമ്മൾ വാങ്ങിച്ചതാണ്. വാങ്ങിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളിപ്പം പോകുന്നത് കുല്ലൂലോട്ടാണ്. ഇത് ഇവിടെ നമ്മൾ കയറിയത് ഹാൻഡ്ലൂമിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതിന് കയറിയതാണ്. ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷേ ടോപ്സൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതായത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സുകളാണ് ഇവിടെ എല്ലാം. അതായത് മനാലിയുടെ അതൊന്നും നമുക്കിവിടെ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല. പിന്നെ ഒരു കമ്പിളിപ്പുതപ്പ് മാത്രം വാങ്ങിച്ചു, 2500. അത് പക്ഷേ അത് നല്ല ഇതാണ് കേട്ടോ, സൂപ്പറാണ്. ലൈറ്റ് വെയ്റ്റുമാണ്. ഇഷ്ടം പോലെ വെറൈറ്റീസാണ്. പക്ഷേ നമുക്ക് ഉപയോഗിക്കുന്നവർക്ക് കുഴപ്പമില്ല. ഷാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പക്ഷേ ആ ക്ലോത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പുള്ള ക്ലോത്തല്ല, നമുക്കങ്ങനെ ഡെയിലി യൂസിനൊന്നും പറ്റത്തില്ല. നമ്മുടെ ക്ലൈമറ്റിനും പറ്റത്തില്ല ഇവരുടെ ഈ ക്ലോത്തൊന്നും. അവരുടെ ക്ലൈമറ്റിനനുസരിച്ചുള്ളതാണ് അവർ ചെയ്തേക്കുന്നത്. അവസാനം ഒരു കമ്പിളിപ്പുതപ്പ് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇതെല്ലാം ട്രഡീഷണൽ ഡ്രസ്സാണ് ഇവരുടെ. ദാണ്ട് वो इधर का ये रहता ट्रेडिशन रहता। डिज़ाइन जो रहता है हम आपको सारी वैरायटी दे रहे हैं, 2 साल ना वो दे दीजिए। ब्लॉग बनाते हो आप? कुछ आता है सर इसमें से? ये देखो, हैं? हाँ तो बोलते टाइम लगता। അതും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചൂടും ഇല്ല, വലിയ തണുപ്പും ഇല്ല, നല്ലൊരു ക്ലൈമറ്റാണ് അവിടുത്തെ.
ആ സമയത്ത്, അതായത് ഞങ്ങൾ പോയ സമയത്ത് നല്ല ക്ലൈമറ്റായിരുന്നു. അതായത് വലിയ ചൂടുമില്ല തണുപ്പുമില്ല. ഇവിടെ ആ തണുപ്പ് സമയത്തൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ പോയവർക്കറിയാം, പറയേണ്ട കാര്യമില്ല. ഞാൻ ആദ്യമായിട്ട് പോയതുകൊണ്ട് എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റാണ്. ഇവിടെയൊന്നും വലിയ ട്രാഫിക്കില്ല. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് റാഫ്റ്റിങ് ചെയ്യുന്ന സ്ഥലം. മൊത്തം ഇവിടെ എല്ലാം അത് തന്നെ റാഫ്റ്റിംഗ് ആണ്. കണ്ടോ, അത് ഇവിടുന്ന് പിന്നെ ജീപ്പയിൽ അവിടെ കൊണ്ടുപോയി ആൾക്കാരെ കയറ്റി പിന്നെ തിരിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര റേറ്റാണ്. നമ്മൾ സംസാരിച്ച് കുറയ്ക്കണം. ഈ രണ്ട് സൈഡിലും അത് തന്നെ റാഫ്റ്റിങ്. ഇതുണ്ടോ, ഇതിൽ കണ്ട റാഫ്റ്റിംഗുകാരാണ് ഈ പോകുന്നത്. വേണ്ട, നല്ല ഒഴുക്കുള്ള സ്ഥലത്ത് മാത്രമേ ഇത് നടക്കത്തുള്ളൂ. കണ്ടോ, അതായത് കല്ലൊക്കെ ഉണ്ടെങ്കിൽ ആക്സിഡൻറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് കല്ലൊന്നും ഇല്ലാത്തടത്ത് നല്ല ഒഴുക്കുള്ള സ്ഥലത്ത് മാത്രം. ഒരു ഏകദേശം ഒരു 10 മണിയായെന്ന് തോന്നുന്നു. 10 മണിയാ സമയം, 10 മണിയായി. ചെറിയ ചെറിയ റോഡുകളാണ് അവിടുത്തെ. അതാണ് മെയിനായിട്ട്. രണ്ട് സൈഡിൽ ഇതുപോലെ അന്ന് വെള്ളപ്പൊക്കത്തിൽ വന്ന് പ്രശ്നം ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇതൊക്കെ. ആപ്പിൾ ട്രീ. ഈ ഒരു മരമാണ് ഇവിടെ എല്ലാ വീടുകളിലെല്ലാം ഉപയോഗിക്കുന്നത്. വുഡ്. അവസാനം ഞങ്ങൾ റാഫ്റ്റിങ്ങിൻ്റെ റാഫ്റ്റിങ്ങിൻ്റെ അടുത്ത് വന്നില്ല ഞങ്ങൾ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരം. ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി. गाड़ी आ जाएगी, निकल जाएंगे. गाड़ी आ रहा है इधर, गाड़ी में डला. चलो टाइम में तो करोगे बड़ा. ये काम पी लिया छुड़का वाला. മൊത്തം തടിയും ഉണ്ട് കേട്ടോ. അവിടെ ആത്ത છે ને નંદગામમાં એવી રીતે അതാ പഴയ കാലത്ത് ഇത് എത്രയേ ഉള്ളൂ. ഞാൻ മേളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. മേടിച്ചില്ലടാ. അവിടെ നിന്ന് ഇറങ്ങി. അതത്ര വലിയ ഒന്നും കാണാനില്ലായിരുന്നു അതിനകത്ത്. ജസ്റ്റ് ഈ ഓൾഡ് അതെ പഴയ രാജാവിൻ്റെ ടൂൾസും കാര്യങ്ങളും അവരുടെ വീടും ഒക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത്ര അകത്തോട്ട് കയറാനുള്ള ഇത് വന്നില്ല. തിരിച്ചു പോന്നു. അവസാനം ഞങ്ങൾ റാഫ്റ്റിംഗ്
ചെയ്യാൻ പോവാണ്. അതിന് നമ്മൾ എഴുതി കൊടുക്കണം നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പ്രാർത്ഥന ചെയ്യുന്നത്. Hello, sir, ma'am. Okay. Your good name, sir? Santosh. Ma'am? Simi. You? Karan. You? Arjun. Okay, first time you were up there? Where are you from, sir? Hyderabad. Okay, sir. हाँ पूरा वीडियो हो रहा है सर, ऑडियोज भी रिकॉर्ड होता है सर, ठीक है? बाय, ओके. सर वीडियो हो रहा है, ओके सर, वीडियो हो रहा है, हेलो हाय करते रहिए गाइस. एंजॉय एवरीबॉडी सर मैम. चलो सर मैम, एंजॉय. Okay, sir, get down, everybody, get down. Okay, come back, sir. Yes, relax, relax, guys, relax. आराम से sir, ma'am, आराम से. Okay, sir, hello, sir, ma'am, hello. Okay. Hello, sir, ma'am, hello. Okay. Yes. Okay, get down, sir. Okay, come back, sir. Come back, come back. मैम ओके सर एक सॉन्ग गाइए प्लीज सॉन्ग गाओ सर सॉन्ग यस गालो गालो नहीं नहीं Okay, sir, ma'am, last rapid. Okay, get down, sir, get down. Okay, come back, sir. Come back, come back. सर मैम हेलो ओके वीडियो स्टार्ट सर इसमें ऑडियोज भी रिकॉर्ड होता है चिल्लाते चलो सॉन्ग गाइए गाना गाओ यस चिल्लाते चलो यस
हेलो हेलो आप पीछे पकड़ लो ना, पीछे आराम से इजी होके बैठो। यस, थोड़ा इजी होके बैठो, कंफर्टेबल आराम से। और सुनो, कैमरा में भी हेलो हाई करते रहे प्लीज। हाँ, वीडियो हो रहा है, पूरा कैप्चर होता है सर, वाइड एंगल कैमरा ये। यस सर। Okay, sir, ma'am, get down, guys, get down. Okay, come back, sir. Yes, enjoy, guys, enjoy. चलो सर, मैम, मजा आ रहा है सर। हेलो सर। Okay, sir, ma'am, get down, sir. Sir, down, down, down. Okay, come back, sir. Come back, come back. Come back, sir, come back. Yes, very good. നല്ലൊരു അനുഭവമായിരുന്നു റാഫ്റ്റിങ്. അവർ പറയും 30% ഒക്കെ നനയത്തുള്ളെന്നാണ് പറഞ്ഞത്, പക്ഷേ 100% നനയും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.